മോൻ കൂടെയുള്ളതുകൊണ്ട് ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊന്നും ആരും വിളിക്കുന്നില്ല സീതാലിക്ക. വർക്ക് തീരെ കുറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു കാര്യം ആലോചിക്കുക. എന്ത് കാര്യം? സേലത്ത് എനിക്ക് പരിചയമുള്ളൊരു വീടുണ്ട്. നല്ല ആൾക്കാരാ. അവര് മോനെ നോക്കിക്കൊള്ളാന്ന് സമ്മതിച്ചിട്ടുണ്ട്. പൈസ കൊടുത്താ മതി. അതിലും നല്ലത് നീ ഒരു കുടുംബത്തെ പറ്റി ചിന്തിക്കല്ലേ. എപ്പോഴായാലും നിനക്കും വേണ്ട ഒരു കൂട്ട്. ഇനിയോ? ഒരു കൂട്ടം വേണ്ട. എനിക്കെന്റെ മോൻ മാത്രം മതി. അവനെ ഞാൻ പഠിപ്പിക്കും. ഒരു കുറവും വരുത്താതെ, ഒരു സങ്കടങ്ങളും അറിയിക്കാതെ ഞാൻ അവനെ വളർത്തും. ഓക്കേ Okay, girls. ആ പാക്കപ്പായി. നീ വണ്ടി എടുത്ത ചെല്ലി. സീതാലിക്ക, ഓ ദേ മോന്റെ ഫോട്ടോ ഉണ്ടോ? സേലത്തുനിന്ന് അവരയച്ചതാ. അല്ലാഹു അക്ബർ. ഞാൻ കൊടൈക്കനാൽ വരെ ഒന്ന് പോവാ സീതാലിക്ക. ഒരു തെലുങ്ക് പടം, 3 പാട്ടുണ്ട്. 10-12 ദിവസം കഴിഞ്ഞേ വരൂ. അപ്പോഴേക്കും ഒരു വീട് നോക്കി വെക്കോ. ഒരു ചെറിയ ഫ്ലാറ്റ് ആയാലും മതി. അതെന്താ, നിന്നെ ഹോസ്റ്റലിൽ ഇറക്കി വിട്ടോ? അതല്ല, മോനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. ഈ ആഴ്ച അവന്റെ പരീക്ഷ തുടങ്ങും. ഇപ്പൊ 10ലാണല്ലോ. +1 ഇവിടെ ചേർക്കണം. സീറ്റൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നന്നായി മോളെ. ഒരിത്തിരി വാടക കൂടിയാലും കുഴപ്പമില്ല. നല്ല വൃത്തിയുള്ള വീടായിരിക്കണം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ പോയി വാ. വന്നാ പിന്നെ ഒന്നിനും നേരം ഉണ്ടാവില്ല. പരീക്ഷ കഴിയുന്ന ദിവസം ഞാൻ അവിടെ എത്തിക്കൊള്ളാന്നാ കാർത്തികിനോട് പറഞ്ഞിരിക്കുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്ക് വീട് ഇവിടെ റെഡി ആയിരിക്കും. പോരെ? മതി. എന്റെ മോന് നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കണേ സീതാലിക്ക. ഏറ്റു. പറഞ്ഞതിലും നേരത്തെ അവൾ തിരിച്ചു വന്നു. ഒരു ആംബുലൻസിൽ ഷൂട്ടിങ്ങിനിടയിൽ കാല് തെറ്റി കൊക്കയിലേക്ക് വീണതാ. 3 ദിവസം ഇവിടെ ICUവിൽ കിടന്നു. മരിക്കുന്ന ഉറപ്പായപ്പോൾ അവൾ പറഞ്ഞു, പരീക്ഷ കഴിയുന്നത് വരെ മോൻ അറിയിക്കേണ്ടെന്ന്. ഞാനാണ് അവനെ സേലത്തുനിന്ന് കൊണ്ടുവന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഓൻ കരഞ്ഞില്ല, തളർന്നു വീണില്ല. മരവിച്ച പോലെ ഒരൊറ്റ ഇരിപ്പാ. അന്ന് അവനൊന്നും കഴിച്ചില്ല. കുറച്ചു നേരം കിടന്നുറങ്ങാൻ പറഞ്ഞ് ഓനെ മുറിയിലാക്കി ഞാൻ പുറത്തുപോയി. തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ അവനില്ല. നോക്കുമ്പം എന്താ മോനെ ഇവിടെ വന്നിട്ട് വാ. അവനോട് ഞാനൊരു നുണ പറഞ്ഞു. നീ ആരുമില്ലാത്തവനല്ല, നിനക്ക് അച്ഛനുണ്ട്. പാലക്കാട്ടുകാരൻ ഒരു അജയനാണ് നിന്റെ അച്ഛൻ. നീ ജനിക്കുന്നതിന് മുമ്പ് നിന്റെ അമ്മയെ വിട്ടു പോയതാണ് അയാള്. അവനെ വിശ്വസിപ്പിക്കാനായി എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ഫോട്ടോയും ഞാൻ കാണിച്ചു കൊടുത്തു. ചെയ്തത് തെറ്റാണ്. പക്ഷേ അപ്പോഴത്തെ പരിഭ്രമത്തിനിടയിൽ അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ സ്വന്തം എന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒരാളില്ലാത്തോണ്ട് അവൻ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ഞാൻ പേടിച്ചു. അങ്ങനെ ആരെങ്കിലും ചെയ്യോ സൈതലിക്ക? ആരോരുമില്ലാത്ത എത്ര പേരുണ്ട് ഈ ലോകത്ത്? നിനക്കത് മനസ്സിലാവാത്തോണ്ടാ. മരിച്ചു പോയാലും ഓർക്കാൻ നിനക്കൊരച്ഛൻ്റെ മുഖമുണ്ടല്ലോ. ഇന്റെ കാര്യം നിനക്കറിയോ? ബാപ്പ എൻ്റെ ഉമ്മനെ മുയ്യെല്ലുമ്പം ഞാൻ ജനിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാപ്പൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്, മലപ്പുറത്ത് എവിടെ ഉണ്ടെന്നൊക്കെ. ഇന്ന് വരെ ബാപ്പനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഉള്ളിൽ എപ്പോഴും ഒരു തോന്നലാ ഞാൻ തനിച്ചല്ലാന്ന്. അതൊരു വിശ്വാസമാണ്. എന്നാലും സൈതലിക്ക, നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞ എന്തിനാ? അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തകർത്ത എൻ്റെ ജീവിതമാണ്. എൻ്റെ അമ്മ ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല, അറിയാം. ഞാൻ പറയുന്നത് എൻ്റെ അമ്മയോട്. എന്നെ കണ്ട അവനും മനസ്സിലാവുമല്ലോ. ഇനിയിപ്പോൾ സത്യം അറിഞ്ഞാലും അത് താങ്ങാനുള്ള കരുത്ത് ദൈവം അവന് കൊടുത്തോളൂ.
ഇത് സെയ്തലിക്ക അതെ. ചെന്നൈയിലുള്ള. കാർത്തിക് എവിടെ? അവൻ ഇവിടെ നിന്ന് പോയി. ഇങ്ങോട്ട് അറിയില്ല. അമ്മ ചോദിച്ചില്ലേ? ഇല്ല, അവൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നീ പോയതെന്ന് അവന് മനസ്സിലായി. ഓർത്തപ്പോൾ ശരിയാണ്. നീയല്ലേ എൻ്റെ മോൻ. നീ പറയുന്നതല്ലേ ഞാൻ വിശ്വസിക്കേണ്ടത്. പോയിക്കോട്ടേന്ന് അവൻ ചോദിച്ചു. പോണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് എപ്പോഴാവും പോയത്? കുറച്ചു നേരമായി. സെയ്തലിക്ക വാ. സെയ്തലിക്കയെ കണ്ടപ്പോഴാണ് പഴയ പഴയ കാര്യങ്ങളൊക്കെ. നീ എൻ്റെ മകൻ തന്നെയാണ്. അജയ, സെയ്തലിക്ക പറഞ്ഞതാണ് ശരി. ഒക്കെ ഒരു വിശ്വാസമാണ്. ഇനി ഇവൻ തനിച്ചാവില്ല. വാ. തെറ്റ് പറ്റിയത് എനിക്കാണമ്മേ. ഇവൻ എൻ്റെ മകൻ തന്നെയാണ്, അമ്മയുടെ പേരക്കുട്ടി.